ശ്രീ കൊടുങ്ങല്ലൂരമ്മയുടെ കഥ കേട്ടാലോ? ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി. ഒപ്പം 10,000 ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റുവീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെപ്പോലെ ആയിരക്കണക്കിന് ദാരികന്മാർ ഉണ്ടാകണമെന്നും വരമായി വാങ്ങി. ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗ്ഗലോകവും പിടിച്ചെടുത്തു. ദാരികന്റെ ഉപദ്രവത്താൽ സർവരും പൊറുതിമുട്ടി. ഒടുവിൽ എല്ലാവരും മഹാദേവനെ കണ്ടു സങ്കടം പറഞ്ഞു. ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി, വാരാഹി, കൗമാരി, ഇന്ദ്രാണി തുടങ്ങിയ 6 ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു. ദാരികൻ നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ തന്റെ ദൂതനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ആ ഭദ്രകാളി ദാരികവീരനെ യുദ്ധത്തിൽ വധിച്ചു. ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാതെ കാളി വാഹനമായ വേതാളവും ശിവഗണങ്ങളും അത് പാനം ചെയ്തു. തുടർന്നു ദാരിക ശിരസ്സും കൈയിലെന്തിയ ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു. ഈ ഉഗ്രരൂപിണിയായ ഭഗവതിയാണ് കൊടുങ്ങല്ലൂരിൽ ശ്രീ കുറുമ്പ ഭഗവതിയായി നിലകൊള്ളുന്നത്.